Welcome to Reema's Tastemade. ഇന്നത്തെ റെസിപ്പി ഒരു കോൾഡ് കോഫിയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോൾഡ് കോഫി. ഞാനിവിടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് വാനില ഐസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻ്റ് ആണ്. എപ്പോഴും കോഫി കുടിക്കുന്നതിന് പകരമായ ഒരു കോൾഡ് കോഫി ഇത്തവണ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻ്റ് അയക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം കോൾഡ് കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കോൾഡ് കോഫിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവയൊക്കെ. ഞാനിവിടെ ഒരു 3 കപ്പ് ചിൽഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. കാച്ചിയ പാൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് വിപ്പിംഗ് ക്രീം നമുക്കിനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം ഫോമിലാക്കി എടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഐസ് ക്യൂബ്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൾഡ് കോഫിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് കോൾഡ് കോഫി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് ഒരു ബീറ്റർ യൂസ് ചെയ്ത് നല്ല ക്രീം ഫോമിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ഹാൻഡ് ബീറ്റർ, ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ടും വിപ്പിംഗ് ക്രീം വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഇത് നല്ല ക്രീം ഫോമിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം ഫോമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സിപ്ലോ കവറിൽ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം. അപ്പോഴത്തേനും നല്ല ചിൽഡായിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇല്ലാത്തവർക്ക് ഇത് വഴി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കിതൊരു സിപ്ലോ കവറിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കത് കോഫി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ തണുപ്പിച്ച് വെച്ച 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സോസും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് സോസ് നിങ്ങൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് കൂടിയിട്ട് നമുക്കിത് നല്ല ഫൈൻ സ്മൂത്തി ആയിട്ട് അടിച്ചെടുക്കാം. ഐസ് ക്യൂബ്സ് ഓപ്ഷണലാണ്, പാല് നല്ല തണുത്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 4 ചെറിയ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് അടിച്ചെടുക്കണം. ഇതിന് നല്ല പത വരുന്ന പോലെ അടിച്ചെടുക്കണം, എന്നാൽ ഒരുപാട് ഓവർ ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് തയ്യാറാക്കിക്കൊണ്ട് വരാം. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈൻ സ്മൂത്ത് ആയിട്ടുള്ള അതിൻ്റെ പതയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. വിപ്പിംഗ് ക്രീമും നമുക്ക് യൂസ് ചെയ്യണം. അതിനകത്ത് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ഈ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്
ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൾഡ് കോഫി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഫുള്ള് ഫില്ല് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യണം. അപ്പം ഞാൻ സിപ്പ് ലോക്ക് കവറിൻ്റെ അറ്റം ഒരു ചെറിയ ഹോൾ മാത്രം ഇട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ ഹോൾ ആവാതെ സൂക്ഷിക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വിപ്പിംഗ് ക്രീമും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വനില ഐസ്ക്രീമും യൂസ് ചെയ്യാം. അപ്പോൾ ഇച്ചിരൂടെ ഭംഗി ഉണ്ടാവും, കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹോം മെയ്ഡ് ഐസ് കോഫി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് ടേസ്റ്റ്മെയ്ഡ്. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ സീ യു.